ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മലർ മിസ് വീണ്ടും തിരിച്ചു വരികയാണ്. ഇത്തവണ പക്ഷേ ബിഗ് സ്ക്രീനിലേക്കല്ല, മിനി സ്ക്രീനിലേക്ക്, അതും അങ്ങ് ചെന്നൈയിൽ നിന്ന്. വാട്സപ്പ് വഴിയാണ് ഇത്തവണ മലർ മിസ് നമുക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. സാരിയും സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞു നിൽക്കുന്ന സുന്ദരിയായ ഈ അധ്യാപിക പക്ഷേ മനുഷ്യ സ്ത്രീയല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. പുതിയ കാലത്ത് പുതിയ രീതിയിൽ ക്ലാസ് എടുക്കാൻ AI പ്രൊഫസർ മലർ. Hello, I am Malar Teacher, an AI-powered virtual professor. എയ്ഡ് ഡേറ്റ അനലിസ്റ്റ്, ഡേറ്റ എഞ്ചിനീയർ, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ എന്നിങ്ങനെ തുടങ്ങി ഓരോ മേഖലകളിലും AI സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോഴിതാ അധ്യാപന രംഗത്തും പുതിയ സാധ്യതകൾ തുറന്നിരിക്കുന്നു. AI സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച റോബോട്ടിക് ടീച്ചറും ചാറ്റ് ബോട്ടുകളും നമുക്ക് പരിചിതമാണ്. ഓർക്കുന്നില്ലേ ഐറിസ് ടീച്ചറെ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ AI റോബോട്ടിക് ടീച്ചർ? അവർക്കിടയിലേക്കാണ് മലർ മിസ്സിന്റെയും വരവ്. തമിഴ്നാട്ടിലെ പ്രമുഖ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയാണ് പുതിയ AI ടീച്ചറെ പരിചയപ്പെടുത്തുന്നത്. സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലെ എല്ലാ സിലബസും A to Z മലർ മിസ് പറഞ്ഞു തരും. ലോകത്തിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്നാണ് ഗവേഷകർ മലറിനെ പരിചയപ്പെടുത്തുന്നത്. സിലബസിലുള്ളത് എന്തും പഠിപ്പിക്കും. സങ്കീർണമായ വിഷയങ്ങൾ ഒരു 10 വയസ്സുകാരന് മനസ്സിലാക്കാൻ പാകത്തിൽ പറഞ്ഞു നൽകുമത്രേ. കോളേജ് വിദ്യാർത്ഥികളെ അവരുടെ കോഴ്സുകൾ വാട്സപ്പ് വഴി പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു സ്വയംഭരണ ഏജന്റാണ് മലർ. ഓരോ ഉപഭോക്താവിനും ഒരു ദിവസം 20 ചോദ്യങ്ങൾക്ക് സൗജന്യമായി ഉത്തരം നൽകും. ഈ പരിധി കഴിഞ്ഞാലോ പണം അടച്ചാൽ മാത്രമേ AI മലർ മിസ് പിന്നീട് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയുള്ളൂ. വാട്സപ്പിലൂടെ പാഠങ്ങൾ പഠിക്കാമെന്നതാണ് മലർ AI മുന്നോട്ട് വയ്ക്കുന്ന ഗുണം. ഹായ് സ്റ്റാർട്ടപ്പ് ആണ് ഈ നിർമ്മിത ബുദ്ധിയുടെ നിർമ്മാണത്തിന് പിന്നിൽ. ഏപ്രിൽ 19 ലോഞ്ചിങ്. 4 ദിവസത്തിനുള്ളിൽ 1.4 ലക്ഷം ഉപഭോക്താക്കളാണ് ഇത് ഏറ്റെടുത്തത്. പാഠഭാഗങ്ങൾ വളരെ ലളിതമായി പഠിപ്പിക്കുക, വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് പരമാവധി ഉത്തരം നൽകുക എന്നതാണ് ഇതിന്റെ പ്രഥമ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു AI. ആരോഗ്യ മേഖലയിൽ പ്രധാനമായും ക്യാൻസർ, അൾഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ AIക്ക് കഴിയും. ശാസ്ത്ര മേഖലയിൽ, ബിസിനസ് രംഗത്ത് തുടങ്ങി ഓരോ ഇടങ്ങളിലും AI സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. അടുത്തിടെ IMF പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ 40% തൊഴിലാളികളെയാണ് AI സാങ്കേതിക വിദ്യ നേരിട്ട് ബാധിക്കാൻ പോകുന്നത്. ജോലിയിൽ മാത്രമല്ല, ദൈനംദിന ജീവിതത്തിലും നമ്മുടെ കൂടെയുണ്ട്. ഒരു സുഹൃത്തായി, ഒരു ഗൈഡായി, സഹായിയായി. ചാറ്റ് ചെയ്യാൻ ആരുമില്ലാത്തവർക്കായി ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ പറയാനും ഇന്ന് AI ഉണ്ട്, അതും വാട്സപ്പ് വഴി. അമേരിക്കയിലാണ് ഇത് ആദ്യമായി നടപ്പിൽ വരുത്തിയത്. അങ്ങനെ അണിയറയിൽ കൂടുതൽ സാധ്യതകൾ ഒരുങ്ങുകയാണ്. എന്താ അല്ലേ?